സോണിയും രാഹുലും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കേസിൽ 661 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകിട്ടും. ഇതിനുള്ള നടപടികൾ ഇഡി തുടങ്ങിക്കഴിഞ്ഞു. സോണിയും രാഹുലും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് 661 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഇഡി ആരംഭിച്ചു. നെഹ്റു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡിന് കീഴിലുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയാണ്. ഡൽഹിയിലെ ഐടിഒയിലെ ഹെറാൾഡ് ഹൗസ്, മുംബൈ ബാന്ദ്രയിലെ കെട്ടിടം, ലക്നൌവിലെ ബിശ്വേശ്വർനാഥ് റോഡിലുള്ള MGL കെട്ടിടം എന്നിവിടങ്ങളിൽ ഇഡി കണ്ടുകെട്ടൽ നോട്ടീസ് പതിപ്പിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. 2023 നവംബറിൽ ഈ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയിരുന്നു. 2012 BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് തട്ടിപ്പ് പുറത്തുവന്നത്. 2014 ജൂൺ 26 ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ് പട്യാല ഹൗസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2021 ഇഡി അന്വേഷണം ആരംഭിച്ചത്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ദി അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡ് AJL എന്ന കമ്പനിയെ സോണിയുടെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി തട്ടിയെടുക്കുകയായിരുന്നു. 2000 കോടിയോളം വില വരുന്ന സ്വത്തുവകൾ തുച്ഛമായ വിലയ്ക്കാണ് സോണിയും രാഹുലും ചേർന്ന് സ്വന്തമാക്കിയത്. 2008 90 കോടിയുടെ കടബാധ്യതയുമായി നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടിയിരുന്നു. ബാധ്യത തീർക്കാൻ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായിരുന്ന അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന് കോൺഗ്രസ് 90 കോടി രൂപ വായ്പ നൽകി. ഈ തുക തിരിച്ചടയ്ക്കാൻ AJLന് കഴിഞ്ഞില്ല. 2010 UPA സർക്കാരിന്റെ ഭരണകാലത്ത് സോണിയും രാഹുലും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചു. ഇതോടെ കോൺഗ്രസ് നൽകിയ വായ്പ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റി. യങ് ഇന്ത്യക്ക് പണം നൽകാനും AJLന് കഴിഞ്ഞില്ല. ഇതോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി യങ് ഇന്ത്യക്ക് സ്വന്തമാകുന്നത്. 2010 കമ്പനിയുടെ കൈമാറ്റ ഇടപാടുകൾ നടന്നത്. സോണിയ, രാഹുൽ, മോത്തിലാൽ വോറ, സാം പിത്രോദ, ഓസ്കർ ഫെർണാണ്ടസ്, സുമൻ ദുബൈ തുടങ്ങിയവരാണ് കേസിൽ പ്രതികൾ. വിശ്വാസ ലംഘനം, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 2015 സോണിയും രാഹുലും ഉൾപ്പെടെയുള്ള പ്രതികൾ ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പവൻ ബൻസാൽ തുടങ്ങിയ നേതാക്കളെ ഇഡി ചോദ്യം ചെയ്തിരുന്നു.